ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേ ഒക്ടോബർ 8 ആണ്. ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് നവരാത്രിയുടെ 6th ഡേ ആണ്, 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ദേവി കാർത്യായനിയാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ദേവി വന്നിട്ട് നമ്മളുടെ കോൺഷ്യസ്നെസ് ആയിട്ട്, നമ്മുടെ ബോധ മനസ്സായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. ഓക്കെ, സിയർ അല്ലെങ്കിൽ വിറ്റ്നസ്, സാക്ഷി എന്ന് പറയില്ലേ, ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇൻറ്റ്യൂറ്റീവ് എബിലിറ്റി, നമ്മളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു ദേവി നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു വാരിയർ ഗോഡാണ്. അതായത് ഗോഡസ് ദുർഗയുടെ ഏറ്റവും ഫിയേഴ്സ് ആയിട്ടുള്ള, ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് ഈ ഒരു എനർജി വന്നിട്ട്. കാരണം ഈ ഒരു എനർജിയാണ് മഹിഷാസുര മർദിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈവിൾ ഫോഴ്സിനെ, ദുഷ്ടശക്തികളെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു ദേവി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ദേവി നമ്മുടെ ലൈഫിൽ ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ്, അതുപോലെ തന്നെ ധൈര്യം, കറേജ് കൊണ്ടുവരുന്നതാണ്. ഈ ദേവീനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഒരു ട്രബിൾ ഫ്രീ ലൈഫ്, പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് ലൈഫിലൊരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരെ ഈ ഒരു ദേവീനെ വന്നിട്ട് മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് മാറാനായിട്ട് ഈ ഒരു ദേവി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ തേർഡ് ഐ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന, ആജ്ഞാചക്രയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് ഈ ഒരു ദേവിയുടെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദേവിയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻട്രോ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്ന് നവരാത്രിയുടെ 6th ഡേ ആണ്. ഇന്ന് കാർത്യായനി ദേവിയാണ് വരുന്നത്. ദേവിയെക്കുറിച്ചിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 1ൻ്റെ ലൈഫിലോട്ട് വരുന്ന മെയിൻ ബ്ലെസ്സിങ്സ് എന്താണ്? ചേഞ്ച് ഈസ് ഗുഡ്. I am strong enough to give up bad habits. Change is for good and I have this. നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി പരിവർത്തനം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രൽ ചക്രയുടെ ഹീലിംഗും കാണുന്നുണ്ട്. 2nd ചക്രയാണ്. ഓക്കെ, മൂലാധാരം കഴിഞ്ഞിട്ടുള്ള താഴെ നിന്നുള്ള 2ാമത്തെ ചക്രയാണ്. അവിടെ ഒത്തിരി ഹീലിംഗ്, പാസ്റ്റിലെ ഒത്തിരി വിഷമങ്ങൾ, പാസ്റ്റിലെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ സ്ട്രോങ് ആക്കി മാറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേര് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, ചേഞ്ചസിന് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാനായിട്ട്, നിങ്ങളുടെ പവർ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ന് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? ഒത്തിരി മനസ്സിനൊരു സമാധാനം, ഒത്തിരി പീസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ ദിവസം? ഹോണറിങ് മൈ ഇന്നർ ലൈറ്റ്. നിങ്ങളെ കുറച്ചും കൂടെ ബഹുമാനിക്കാനായിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചം, ആ ഒരു ലൈറ്റ് തിരിച്ചറിയാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, The times when I let my brightness dim are over. I fully honor my inner light. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യം ഡിം ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ഒത്തിരി ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. അതെല്ലാം വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾ ഈഗോയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈഗോ പല രൂപത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം, ചാലഞ്ചസിൻ്റെ രൂപത്തിൽ. അപ്പോൾ അതെല്ലാം കുറച്ചും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, അതിന് പകരം ഹയർ വൈബ്രേഷനായിട്ട്, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ്സ് ഒത്തിരി ഹീലിംഗ് പവറിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഹീലിംഗ് എനർജി വരുന്നതാണ്. എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, വേണ്ടെന്ന് വയ്ക്കാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ടാകാം. ഓക്കെ, താങ്ക് യു. പായൽ നമ്പർ 1ൻ്റെ
എനർജി എന്താണ് ഈ ഒരു ദിവസം വന്നിട്ട്? ലവേഴ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. സ്നേഹം, ലവ്, കമ്പാഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അവിടെ ഹീലിംഗ് ആയിരിക്കാം, എഗെയിൻ ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേര് നിങ്ങൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്ത് ഒത്തിരി നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈനലി അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ തോട്ട്സ്, മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, തുറന്നു പറയാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി പാഷൻ കാണുന്നുണ്ട്, ഒത്തിരി സ്നേഹം. അപ്പോൾ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. നെക്സ്റ്റ്, ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണെന്ന് നോക്കാം. കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണ് പാൽ നമ്പർ 1 ലൈഫിൽ? ഇവിടെ വന്നിട്ട് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. സക്സസ് ലഭിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ചില സമയങ്ങളിൽ എനർജി ഒന്ന് വേവർ ചെയ്യുന്നുണ്ട്, ഒരു അൺബാലൻസിലോട്ട് പോകുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഓഫേഴ്സാണ് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. ഓക്കെ, അത് സത്യം എന്താണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, കാരണം ഇവിടെ ഡെവിളിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ വരുന്നുണ്ട്, എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് പറയുന്നത് എന്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ, താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും സെറ്റ് ബാക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. ഓക്കെ, ഡിസപ്പോയിൻറ്റഡ് ആകാതിരിക്കുക. നിങ്ങളെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഇൻട്രോ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഞാൻ ഇന്ന് വന്നിട്ട് നവരാത്രിയുടെ 6th ഡേ ആണ്. അപ്പോൾ ഇന്ന് കാർത്യായനി ദേവിയാണ് വരുന്നത്. ദേവിയെക്കുറിച്ചിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2യുടെ ലൈഫിൽ ഇന്ന് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്? Don't look back. I may be feeling nostalgic about several things in my past, but I know I have the power to move forward. കുറച്ച് പേരിവിടെ പാസ്റ്റിലെ പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ, മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഒത്തിരി നൊസ്റ്റാൾജിയയുടെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും നല്ല നല്ല മെമ്മറീസും റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അതൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം കുറച്ച് പേരുടെ ലൈഫിൽ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ പേടി, ഭയം, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഉള്ള എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്ങിൽ ഒത്തിരി ഹീലിംഗ് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് കുറച്ചും കൂടെ ഔട്ട്സൈഡ് വേൾഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, ഒരു ലോ വൈബ്രേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഔട്ട്സൈഡ് വേൾഡായിട്ട് പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? നമ്പർ 12, ബീയിങ് ജെൻറ്റിൽ വിത്ത് മൈസെൽഫ്.
എഗെയിൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കുറച്ചും കൂടെ സ്വീറ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഐ ആം ജെൻറ്റൽ വിത്ത് മൈസെൽഫ് ആൻഡ് മേക്ക് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ് എ പ്രയോറിറ്റി. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് കുറച്ചൊരു മുൻഗണന കൊടുക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫ്ലവേഴ്സ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഷോപ്പിംഗ് പോകുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ലവ് അവേക്കൻസ് മൈ സോൾ. ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ ജെൻറ്റിലായിട്ട്, കുറച്ചും കൂടെ ഗ്രേസ്ഫുള്ളി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ബ്യൂട്ടിഫുൾ എനർജി. നെക്സ്റ്റ് പാൽ നമ്പർ 2യുടെ ഇന്നത്തെ എനർജി എന്താണ്? താങ്ക് യു. എംപററിൻ്റെ എനർജിയാണ്. കരിയർ, ബിസിനസ്, ജോബൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഒത്തിരി പുതിയ സ്റ്റെപ്സ് എടുത്തു വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് കാലുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഡെത്ത്, അതുപോലെ തന്നെ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കടുംപിടുത്തം, ഒരു സ്റ്റക്ക് എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ പരിവർത്തനം, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നല്ല എനർജീസിനെ വെൽക്കം ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജി ഓവറോൾ ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാൽ നമ്പർ 2 ഇന്ന് ശ്രദ്ധിക്കേണ്ട എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങളോട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. അതുപോലെ തന്നെ അഗെയിൻ സ്നേഹം, കമ്പാഷൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് എന്താ പറയുക, സ്നേഹം, കാരുണ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹെൽത്തിനെ, നിങ്ങളുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹോം മേക്കർ ആണെങ്കിൽ പോലും, ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇരിക്കാനായിട്ട് ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല. ഓക്കെ, അത്ര ബിസി ആയിട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓഫീസിലായിരിക്കാം, കരിയറിലായിരിക്കാം, ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ടൈം പീരീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ചൊന്ന് സമയം കണ്ടെത്താനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെയും മറ്റുള്ളവരുടെയും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് കുറച്ചൊന്ന് ഈക്വലി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കുന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. മെയിനായിട്ട് നിങ്ങളുടെ ബോഡി കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്കത് ഇമോഷണൽ എനർജിയാണ്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ഇമോഷണൽ എനർജി വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ്, നിങ്ങളുടെ ഇമോഷണൽ ഗ്രോത്തിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.